ഇത് തോന്നുന്നു കലോത്സവത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ കുറെ നാള് കഴിഞ്ഞിട്ട് ഞാൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട്, ഭാര്യ ഇപ്പൊ കവിതയൊക്കെ എഴുതുന്നത്, ഭർത്താവ് അറിഞ്ഞിട്ടില്ല ഭാര്യ കവിത എഴുതുന്നു. പ്രതിഭകളിൽ പലരും അങ്ങനെയല്ല. പരുക്കൻ കല്ല് നദിയിലൂടെ ഒഴുകി മിനുസപ്പെടും. മിനുസമുള്ള കുഞ്ഞ് അറിവിന്റെ നദിയിലൂടെ ഒഴുകി പരുക്കനായി പോകും. അപ്പൊ ചെറിയ പിണക്കങ്ങളും ചെറിയ ദുഃഖങ്ങളും നമ്മളെ വലിയൊരു നിലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങളുടെ ഉള്ളിൽ ഈഗോ ഉള്ളവരില്ലേ? അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചിലപ്പോൾ ആ കൂട്ടുകെട്ടിൽ പെടാതെ പോയിട്ടുണ്ട്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. നമസ്കാരം, കൊല്ലത്താണ്, കലോത്സവ വേദിയിലാണ്. എനിക്കിന്ന് ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്കെപ്പോഴും നല്ല നല്ല പാട്ടുകൾ തന്ന്, പ്രേക്ഷകരുടെ മനസ്സിൽ സിനിമയിൽ നല്ല പാട്ടുകൾ തന്ന്, ഭക്തിഗാനങ്ങൾ തന്ന്, എത്രയോ കാസറ്റുകൾ നല്ല പാട്ടുകൾ എഴുതിയ രാജീവ് ആലിംഗർ കലോത്സവ വേദിയിൽ വന്നേക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മകൻ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം കലോത്സവ വേദി വന്നപ്പോൾ നമ്മൾ ഒത്തിരി ആവശ്യപ്പെട്ടതിനു ശേഷം നല്ല തിരക്കിന്റെ ഇടയിൽ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. രാജീവ് ആലിംഗർ, എന്ത് തോന്നുന്നു കലോത്സവ വേദിയിൽ നിങ്ങൾക്ക് ഒത്തിരി ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. കലോത്സവ മത്സര വേദികളിൽ പലതിലും പരാജയപ്പെട്ട ആളാണ് ഞാൻ. എന്താ? ഒരു സബ് ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലില് 3ാം സ്ഥാനത്തായി പോയ ആളാണ്. അപ്പോ അന്ന് ജയിച്ച 2 ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് ചന്ദ്രൂർ ഹൈസ്കൂളിലെ ഒരു പെൺകുട്ടിയും തുറവൂർ TDS ആ സ്കൂളിലെ ഒരു പെൺകുട്ടി. ഇവർ രണ്ടുപേരുടെ മുഖം ഞാൻ എപ്പോഴും ഓർക്കും. കാരണം ഇവരെ എന്തെങ്കിലും ഒരിക്കലും ഓവർടേക്ക് ചെയ്യണമെന്നുള്ള തോറ്റുപോയവന്റെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ കുറെ നാള് കഴിഞ്ഞിട്ട് ഞാൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോട് ചോദിച്ചു, ഭാര്യ ഇപ്പൊ കവിതയൊക്കെ എഴുതുന്നത്. അപ്പൊ ഭർത്താവ് അറിഞ്ഞിട്ടില്ല ഭാര്യ കവിത എഴുതുന്നു. അറിഞ്ഞിട്ടില്ല. ജയിച്ചവര് അതുകൊണ്ട് നിന്നുപോയി. അന്ന് ഫസ്റ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിച്ച, അല്ലെങ്കിൽ പ്രഖ്യാപിച്ച കുട്ടി പിന്നീട് കവിത രചന ഒരു സാധന പോലെ ഏറ്റെടുത്തിട്ടില്ല. തോറ്റുപോയതുകൊണ്ടായിരിക്കും എനിക്കൊരു വല്ലാതെ ഇനി എഴുതണം നന്നാക്കണം, അങ്ങനെയാണ് എഴുത്തു തുടങ്ങുന്നത്. അത് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ കലയിൽ ആത്യന്തികമായ ഒരു വിജയം ഇല്ല. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരാൾ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലം കഴിഞ്ഞാൽ മറ്റൊരാൾ പുറകെ നിൽക്കുന്ന ഒരുത്തന്റെ കാലം വരും. അതുകൊണ്ട് കുട്ടികൾ ഇത് ഒരു വല്ലാത്ത സ്നേഹത്തിന്റെ ഒരു വേദിയായിട്ട് കണ്ടാവുന്നതാണ് എന്റെ അഭിപ്രായം. ഒരു മത്സരബുദ്ധി ഒന്നും വേണ്ട. അല്ല, ഇതിന് അൾട്ടിമേറ്റ് ആയിട്ടൊരു ആർട്ടില് അബ്സല്യൂട്ട് ഇല്ല എന്നാണ്. അതാണ് എന്റെ കൃത്യം. അബ്സല്യൂട്ട് ഇല്ല ആർട്ടിൽ. കൃത്യ വാക്കതാണ്. എങ്കിലും ഈ കലോത്സവത്തിൽ എനിക്ക് തോന്നുന്നു താങ്കൾ ജഡ്ജിങ് പാനലൊക്കെ വരാറുണ്ട് അല്ലെ? കലോത്സവ ജഡ്ജിങ് പാനൽ, ഈ ഇവിടെയും ജഡ്ജിങ് പാനൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു ഷൂട്ടിന് വന്നപ്പോൾ ജഡ്ജിങ് പാനലാണ്. ഇന്ന് നിങ്ങളെ കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാനും പോലും കഴിയില്ല. ജഡ്ജിങ് പാനൽ കഴിഞ്ഞു. ഈ ജഡ്ജിങ് പാനൽ ഇപ്പൊ പറഞ്ഞപ്പോഴാണ്, അന്ന് മത്സരിക്കാൻ പോയി പരാജയപ്പെട്ട ആള് ഇപ്പോൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള ഒരു അഭിമാന മുഹൂർത്തമല്ലേ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നു. ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ. മറ്റൊന്നുമല്ല, ഇപ്പോ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്റെ ആദ്യത്തെ സിനിമ. അതിന് മുമ്പേ എത്രയോ സിനിമകൾ എഴുതി കാണും. അതൊന്നും ചിലപ്പോൾ സംവിധായകർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. സംവിധായകരൊന്നും ഓർക്കുന്നില്ല അത് രാജീവ് ആലിംഗർ തന്നെയാണോ ശരിയാകാതെ പോയതെന്ന്. അവര് എന്നെ ചിലപ്പോ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു അവസരാർത്ഥിയായിട്ട് മാത്രമേ അന്ന് കണ്ടു കാണുള്ളൂ. അന്ന് അന്ന് ഞാൻ ശരിയാകാത്തോണ്ടായിരിക്കും അവരുടെ മുമ്പിൽ. അപ്പോ ഓരോ വീഴ്ചകളും അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ഓരോ അവസ്ഥയും ഞാൻ ഇനിയും എന്തൊക്കെയോ ആകാനുണ്ടെന്നോ ശരിയാകാനുണ്ടെന്നോ ഒക്കെയുള്ളൊരു തോന്നലാണ്. അതുകൊണ്ട് അതൊരു ആത്യന്തികമായ പരാജയമല്ല, ഒരിക്കലും അല്ല. ഞാൻ അന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. കാലം എന്തോ കരുതി വെച്ചിട്ടുണ്ട്, കാത്തിരിക്കുവാൻ ചൊല്ലുന്നു മാനസം, കണ്ണുനീരിനും മധുരമുണ്ടായിടും, കാറ്റു ചൊല്ലുന്നു കാതോരം ഈ ആട്ടിയോടിച്ചവർക്ക് അകം നൊന്തിട്ട് നിന്നെ ആട്ടുതൊട്ടിൽ കൊണ്ടിരുന്നു, കൂട്ടുകാരാ ക്ഷമിക്ക എന്നോതി നിൻ പാട്ടുമൂളി പലവരു വാഴ്ത്തിടും, പങ്കുവച്ചൊരു ആശയമൊക്കെയും ഭ്രാന്തമെന്ന് പറഞ്ഞു നടപ്പോ. ആദ്യം എന്ത് പറയും? ഭ്രാന്തം. പിന്നീട് വാക്കുകൾ പൂക്കളെന്നുരച്ചിടുവാൻ നിന്റെ വാതിലിൽ വന്ന് നിൽക്കുന്ന നാൾ വരും. ഒരു കാലം, വേറൊരു കാലമുണ്ട്. അങ്ങനെ ഒരു കാലമാണല്ലോ നമ്മുടെ പ്രതീക്ഷ. ഈ കവിത എന്നെഴുതിയതാ? ഏകദേശം ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് അങ്ങനെയൊക്കെ ആകണേ എന്ന് പ്രാർത്ഥിച്ച് എഴുതിയതാണ്. അവസാനത്തെ ഒരു വരി കൂടെ പറയുന്നത് നല്ലതായിരിക്കും.
കാത്തിരിക്കുമ്പോൾ ഓർത്തിരുന്നിടുവാൻ ഇത്രയും കൂടി ചൊല്ലുന്നു മാനസം. നൊമ്പരങ്ങളെ നൽകിയവർക്കൊക്കെയും നന്മയുള്ള ഹൃദയം കൊടുക്കുക. തിരിച്ച് അല്ലലെന്നും അലങ്കാരമല്ലയോ, നല്ല വിജയത്തിന് ആധാരമല്ല. അല്ല എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്, അതൊരു അലങ്കാരമാണ്. അപ്പൊ എതിരാളി ഒരു സുപ്രഭാതത്തിലല്ലല്ലോ ഈ സീറ്റ് വന്നിരിക്കുന്നു. പലയിടത്തും മാറ്റി നിർത്തി നിഷ്കാസിതനായി അവഹേളിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് അവസാനം നമുക്കൊരു അംഗീകാരം കിട്ടും. അപ്പൊ ഒരു പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, പരുക്കൻ കല്ല് നദിയിലൂടെ ഒഴുകി മിനുസപ്പെടും. നമ്മളൊക്കെ ഇപ്പൊ മിനുസപ്പെട്ടിരിക്കുകയാണ്, കാര്യം അനുഭവങ്ങളുടെ ഒരുപാട് കാർ. പക്ഷെ പ്രതിഭകളിൽ പലരും അങ്ങനെയല്ല. പരുക്കൻ കല്ല് നദിയിലൂടെ ഒഴുകി മിനുസപ്പെടും. മിനുസമുള്ള കുഞ്ഞ് അറിവിന്റെ നദിയിലൂടെ ഒഴുകി പരുക്കനായി പോകും. ജയിച്ചു കഴിയുമ്പോ പരുക്കനാകും. എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പറയും അച്ഛൻ അറിയാൻ മേലൊന്നും, സാറിനൊന്നും അറിയാൻ മേലെന്ന് പറയും. സാറ് ഒന്നും അറിയാൻ മേലതായിരുന്നു, എല്ലാം അറിഞ്ഞപ്പോ കുട്ടിയേക്കാൾ ചെറുതാവും. അതാണ് ഇങ്ങനെ ഈ പെട്ടെന്ന് നമ്മൾ ഒരേ കാര്യം പെട്ടെന്ന് കവിതകൾ വരും അല്ലെ, അത് ഓർത്തെടുക്കുന്ന അതൊരു വലിയൊരു കഴിവാണ് എന്ന് ഞാൻ കാണുന്നു. ഓരോന്നിനും ഉദാഹരണമായി കവിതയിലൂടെയാണ് പറയുന്നത് അല്ലെ. സ്വാഭാവികമായിട്ടും നമ്മുടെ നിരന്തരമായ വായനയാണ് അതിന് കാരണം. അത് ആ കഥ അങ്ങോട്ട് പറഞ്ഞു കളയാം എന്നൊന്നും വിചാരിച്ചിട്ടില്ല, തോന്നുവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി. 15 വർഷം മുമ്പ് നമ്മൾ ആഘോഷിക്കപ്പെടാത്ത പലരുമാണ് നമ്മുടെ ഇന്നത്തെ ഇഷ്ട ആൾക്കാർ. 10 വർഷം മുമ്പ് നമ്മൾ കേൾക്കാത്തയാൾ നമ്മുടെ രാഷ്ട്രപതി പോലുമായി. നമ്മളൊന്നും കേൾക്കാത്ത എത്രയോ ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ പ്രഥമ പൗരനായി പോകും. 15 വർഷം മുമ്പ് ചിലപ്പോൾ ഒരു നല്ല സിനിമ പോലും കാണാൻ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ലാത്തവർ പെട്ടെന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാറായി മാറി. അപ്പൊ 15 വർഷത്തിന് ശേഷം നമ്മുടെ മക്കളൊക്കെ ആരൊക്കെ ആകും എന്നുള്ള പ്രതീക്ഷ ആലോചിച്ച് നോക്കി. നമ്മുടെ ഈ ജീവിതയാത്രകൾ, രാജീവ് ആലങ്കലിനെ സംബന്ധിച്ച് ജീവിതയാത്രകൾ ഒത്തിരി കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. യാത്ര ചെയ്ത് അത്തരം ഒരു സംഭവത്തിൽ നിന്ന് നമ്മളൊന്ന് താന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുന്നു. രാജീവ് ആലങ്കൽ എപ്പോഴും കൈ പിടിച്ച് ഉയർത്തിയ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? ഞാൻ തന്നെയാണ്. എന്നിലെ ഞാൻ എന്നോട് എപ്പോഴും പറയും, ജീവിതം തീർന്നു പോകാനുള്ളതല്ല, തീർക്കാനുള്ളതല്ല. അതാ പറഞ്ഞ ആട്ടി ഓടിച്ചവർക്ക് അകന്നൊന്നിട്ട് നിന്നെ ആട്ടുതൊട്ടിൽ കൊണ്ടിരുത്തും. കൂട്ടുകാരെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നിന്റെ പാട്ടുകൂളി പലവരും വാഴ്ത്തും. പങ്കുവെച്ച ആശയമൊക്കെയും പൊട്ടത്തരമാണെന്ന് പറഞ്ഞവൻ വാക്ക് പിന്നെ ഓരോ പൂക്കളാണെന്ന് പറയാൻ നിന്റെ വാതിക്കൽ സാംസ്കാരിക സമ്മേളനത്തിൽ വിളിക്കാൻ വരും. അപ്പൊ അതുവരെ കാത്തിരിക്കണം, നമ്മൾ കാത്തിരിക്കണം. ടാഗോർ ഉണ്ടല്ലോ, മേൽക്കൂരയിലേത്തൊരു ഹൗസ് ബോട്ടിൽ നിന്ന് ബുക്ക് വായിച്ചോണ്ടിരിക്കും. പെട്ടെന്നൊരു കാറ്റ് വന്നിട്ട് ഈ മെഴുകുതിരി കെടുത്തിക്കളും. മേൽക്കൂരയില്ലാത്തൊരു ഹൗസ് ബോട്ടാണ്, ഒരു രാത്രിയാണ്, 2 മെഴുകുതിരി. പെട്ടെന്ന് കാറ്റ് വന്നിട്ട് മെഴുകുതിരി കെടുത്തിക്കളും. ടാഗോറിന് പെട്ടെന്ന് ഇരുട്ടായി പോയി. കണ്ണടച്ച് തുറന്നപ്പോ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പുഴ കണ്ടു. ഈ മെഴുകുതിരി കെട്ടിട്ടാണ് നിലാവിനെ ആസ്വദിക്കാൻ ഒത്തത്. അപ്പൊ ചെറിയ പിണക്കങ്ങളും ചെറിയ ദുഃഖങ്ങളും നമ്മളെ വലിയൊരു നിലാവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്റെ അഭിപ്രായം അതാണ്. അപ്പോ ONV സാർ പറയാറില്ലേ, അന്യന്റെ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങളാണ്, എന്റെ ദുഃഖങ്ങൾ വെറും കടൽ ശംഖുകൾ. ഞാനൊരു പാട്ടെഴുത്തുകാരനായതുകൊണ്ടാണ് ഹൈദരാലിയുടെ മുമ്പ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ സങ്കടങ്ങളും ദുരന്തങ്ങളും നൊമ്പരങ്ങളും മഹത്വവൽക്കരിക്കപ്പെടുന്നത്. ഒരു കൂലിപ്പണിക്കാരനെ ആരും ഇന്റർവ്യൂ ഇല്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോ വലിയ ആൾക്കാരൊക്കെ പറയും, ഞാൻ KSRTC സ്റ്റാൻഡിൽ താമസിച്ച് അവിടെ മൂലയിൽ കിടന്നുറങ്ങി. ദിവസവും അവിടെ കിടന്നുറങ്ങണ അവനെ ആരാണ് ചോദിക്കും. ഒരു വലിയ കവി എപ്പോഴും പറയാറുണ്ട്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് 4 ദിവസം ഉറങ്ങിയിട്ടുണ്ട്. ദിവസവും അവിടെ കിടന്നുറങ്ങുന്നവരെ കുറിച്ച് എന്താ പറയാ? അപ്പൊ അയാൾ കവിത എഴുതിയത് കൊണ്ട് മാത്രം ആ കിടപ്പ് മഹത്വവൽക്കരിക്കപ്പെടുന്നത്. ഒരുപാട് പേർ സങ്കടപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും ജീവിക്കുന്നവരില്ലേ? ഒരു നിമിഷം പോലും അംഗീകരിക്കില്ലെന്ന് നല്ല ഉറപ്പുള്ള ഒരുപാട് പേരില്ലേ നമ്മുടെ? എങ്ങനെയാണോ ഒരു വിഷയം അവരും ജീവിക്കുമല്ലേ രാവിലെ? അപ്പൊ ഇതൊക്കെ തന്നെ വലിയ കാര്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വലിയ കാര്യങ്ങളാണ്. പറഞ്ഞതുപോലെ ഒരു സിനിമയിലേക്ക് വരാൻ അല്ലെ, ഒരു സിനിമയിലേക്ക് ആദ്യം അവസരം കിട്ടുന്നു, അതിനും ഒരു വഴി ഉണ്ടായിരുന്നു, ഒരു വഴി തുറന്നു തരണമായിരുന്നു. അത്തരം വഴി തുറന്നു തന്നത് ആരാണ്? അത് ജോണി സാഗരിയാണ്. എന്നെ ആ രംഗത്തേക്ക് കൊണ്ടുവന്നത് ജോണി സാഗരിയാണ്. ഒരിക്കലും മറക്കാനാവില്ല. പേന തുറക്കുമ്പോൾ ഞാൻ അച്ഛൻ കഴിഞ്ഞാൽ ആലോചിക്കുന്ന 3 പേരുകളാണ്. അതായത് എന്നെ ആദ്യത്തെ നാടകത്തിൽ എന്നെ എഴുതിച്ച
ഞങ്ങളുടെ നാട്ടിൽ ചേർത്തലയിലെ ശൈലജ എന്ന് പറയുന്ന തിയേറ്റേഴ്സിന്റെ ഓണർ ചന്ദ്രശേഖരൻ മാസ്റ്റർ, പിന്നെ നാടകത്തിൽ എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത രായമ്പിദേവ്, പിന്നെ ജോണി സായി. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എന്റെ ദൈവമാണ് ജോണിയാണ്. കാര്യം ആ മനുഷ്യനാണ് എനിക്ക് ഒരു കൈ തന്നത്. കഴിഞ്ഞ 30 വർഷം ഞാൻ പാട്ടെഴുതി ജീവിക്കുന്നില്ല, സംസാരിച്ച് ജീവിക്കുന്നില്ല. അതിന് കാരണക്കാരനാണ്. അപ്പൊ എന്റെ കൺകണ്ട ദൈവമാണ്. എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റിയ, എഴുതിയതെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞു, എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു ഗാനം ഏതായിരിക്കും പെട്ടെന്ന് ഓർമ്മ? ഒരുപാട് പാട്ടുണ്ട്. അത് ആര്യ ഒന്ന്, മക്കൾ മുതലേ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം, ചട്ടക്കാരിയിലെ നിലാവേ നിലാവേ, മല്ലു സിംഗിലെ കാക്കാമലയിലെ, അറബി ഒട്ടകത്തിലെ ചെമ്പകവല്ലികളിൽ, സൗണ്ട് തോമയിലെ കന്നിപ്പെണ്ണെ കൺകടലിത്തേനെ, കുട്ടനാടൻ മാർപ്പാപ്പയിലെ പാട്ട്, ആദ്യ സിനിമയായ ഹരിഹരൻ പിള്ളയിലെ തിങ്കൾ നിലാവിൽ. 23ാമത്തെ വർഷവും നമ്മൾ ആ പാട്ട് ഓർക്കുന്നില്ല. 23 വർഷം എന്നെ പോലെ ഒരാളുടെ പാട്ട് ഓർക്കാൻ ഇത് കരുതലാണ് കാലം നൽകിയത്. അപ്പോൾ എല്ലാ പാട്ടും പ്രിയപ്പെട്ടതാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പൊ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞ, കവിതകളെ കുറിച്ച്, പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഗാനം എഴുതുന്ന ആളുകളെ ഫ്രണ്ടിലേക്ക് ആരും കൊണ്ടുവരുന്നില്ല. അവരെന്നും പിന്നാമ്പുറത്താണ്, അല്ലെ? നമ്മൾ കൊടുക്കുന്ന വരികളാണ് പാടി ഹിറ്റാക്കി ഒരു സിനിമ ഹിറ്റാക്കുന്നത്. ആ വരികൾ എഴുതാൻ നമുക്ക് അതിന്റെ കാര്യങ്ങളുണ്ട്, നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഒന്ന് പരിചയപ്പെടുത്താൻ പോലും ആരും തയ്യാറാകാത്ത കാലഘട്ടത്തിലാണ് ഇപ്പോഴും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ അഭിപ്രായത്തില് നമ്മുടെ സഹപ്രവർത്തകരെക്കാൾ ഉദാരമനസ്കർ സാധാരണ ജനങ്ങളാണ്, മീഡിയയാണ്. കാര്യം അവരൊക്കെ ഒരു ഗായകനേക്കാൾ കൂടുതൽ, സംഗീത സംവിധായകനേക്കാൾ കൂടുതൽ സ്നേഹ ബഹുമാനങ്ങളോടെ പരിഗണിക്കുന്നത് എഴുത്തുകാരെ തന്നെയാണ്. അവർ കാലാതിവൃത്തികളാണ്. അവർ എഴുതുന്ന ആലോചനാമൃതങ്ങളാണ്, മറ്റേതൊക്കെ ആലാപനാമൃതമാണ്. പാടിക്കഴിയുമ്പോൾ തീർന്നു പോകുന്നതാണ്. ആഘോഷം കഴിഞ്ഞു പോയുമ്പോൾ അവരൊക്കെ വിസ്മൃതിയിലാവും. നമ്മൾ അത് കഴിയുമ്പോൾ ആലോചിക്കും, നമ്മളെ എല്ലാവരും ആലോചിക്കും. ശരിയല്ലേ? ഒരു നാട്ടിൻപുറത്ത് ചെന്ന് കഴിഞ്ഞാൽ കവാലം, മങ്കൊമ്പ്, ചുനക്കര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരിനേക്കാൾ വലിയ മനുഷ്യരൂപങ്ങൾ തെളിയും. ചുനക്കര കുട്ടനാട്ടിലെ ഒരു സ്ഥലമല്ലെന്നും അതൊരാളുടെ പേരാണെന്നും നമ്മൾ ഓർത്തു പോകും. അങ്ങനെ ഒരു സംഗീത സംവിധാനം ഇല്ല, അങ്ങനെ ഒരു നടനില്ല നമുക്ക്. കേരളത്തിലെ ഒരു പേരിനേക്കാൾ വലിയ ഒരു മനുഷ്യനാണ്. വയലാർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തെക്കാൾ വലുതല്ലേ രാമവർമ്മ? എന്നിട്ട് രാമവർമ്മ എന്ന പേരില്ലാതെ വയലാറായി പോയില്ലേ ആ മനുഷ്യൻ? അങ്ങനെ മറ്റൊരു നടനെയോ സംഗീത സംവിധാനം എന്ന് പറഞ്ഞ്, അതാണ് അവരെ ആലോചിക്കുന്തോറും മധുരമേറും. അതുകൊണ്ട് സമകാലികമായി ആഘോഷിക്കപ്പെടുന്നില്ല എന്ന സങ്കടമേ ഞങ്ങൾക്കില്ല. അങ്ങനെയില്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ പൊതുവെ എല്ലാ സ്ഥലത്തും ഇപ്പൊ നമ്മുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ ഈഗോ ഉള്ളവരില്ലേ? ഒത്തിരി പ്രശ്നമില്ലേ നിങ്ങളുടെ ഉള്ളിൽ? അല്ലെ, സ്വാഭാവികമായിട്ടും എഴുത്തുകാർ തമ്മിൽ ഒരു മത്സരബുദ്ധി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ളവരാണ് എഴുത്തുകാർ. അവർ നിഷ്കളങ്കരാണ്. അവർ വല്ലാതെ സങ്കടപ്പെടും, വല്ലാതെ കോപിക്കും, വല്ലാതെ ഞാൻ വലുതാണെന്ന് തോന്നും, ഞാൻ ആരുമല്ലെന്നും കുറെ കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും. ഈ ഞാൻ ആരുമല്ലെന്നും കൂടി തോന്നാൻ അവർക്കൊരു വലിയ വിശാലതയുണ്ട്. പിന്നീട് തോന്നുള്ളൂ, അല്ലെങ്കിൽ തമ്മിൽ മിണ്ടില്ല വരും. പിന്നെ അവരെ നിഷ്കളങ്കരായതുകൊണ്ടാണ് ഈ തമ്മിൽ ഈഗോ കാണിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി പ്രതിപക്ഷത്തിന്റെ സെക്രട്ടറിയുടെ മകന്റെ കല്യാണത്തിന് വിളിക്കില്ലേ? തീർച്ചയായും നമ്മള് കണ്ടതല്ലേ? അതെ. എഴുത്തുകാർ തമ്മിൽ അങ്ങനെയൊന്നും വിളിക്കുന്നില്ല. ഇല്ല. അപ്പൊ ആരാണ് നിഷ്കളങ്കര്? അവരെക്കാൾ നിഷ്കളങ്കര് എഴുത്തുകാരായിരിക്കാം. പക്ഷെ പെട്ടെന്ന് സെൻസിറ്റീവ്, അയാളെ വിളിക്കണ്ട, അയാളൊന്നും അവിടെ വെച്ച് മിണ്ടിയില്ല, നോക്കിയില്ല, പരിഭവങ്ങൾ ഉണ്ടാവും. എഴുത്തുകാരുടെ ഒരു നൈസർഗികമായ ഒരു സ്വഭാവമാണ്. പിന്നെ അങ്ങനെ കാണുന്നുള്ളത്. അതെ. പ്രതിഭയ്ക്ക് പകരമില്ല. പ്രതിഭയുടെ ഏറ്റക്കുറച്ചിലിന് പരിഹാരവുമില്ല. എനിക്ക് എന്തെങ്കിലും കുറവ് അങ്ങേക്കാൾ ഉണ്ടെങ്കിൽ ഞാൻ ജവനപ്രാശം കഴിച്ചുകൊണ്ട് മാറൊന്നുമില്ല. ശരിയല്ലേ? അതിനെ പിന്നെ ഞാൻ എങ്ങനെ നികത്തും ആലോചിച്ചിട്ടുണ്ടോ? എന്റെ നന്മ കൊണ്ട് നികത്തും. 2.5 പതിറ്റാണ്ട് പരിചയമുണ്ട് നമ്മളൊന്ന് സംസാരിക്കുന്നത്. ഈ പാട്ടിന്റെ മികവിനപ്പുറം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നന്മ. ആ നന്മയെ വിജയിക്കും. ഈ രാജീവ് എഴുതിയ പാട്ടുകൾ നമ്മൾ ഒത്തിരി കാര്യം, വലിയ വലിയ കാര്യം. രാജീവ് എഴുതിയ ഒരു പാട്ട് കൊടുത്തപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? സ്വാഭാവികമായിട്ടും സിനിമ ഒരു സംഘകലയാണ്.
ഒരു സംവിധായകന്റെ കലയാണ്. അൾട്ടിമേറ്റ് എല്ലാ കാര്യങ്ങളും സംവിധായകനാണ് വിചാരിക്കുന്നത്. സംവിധായകനപ്പുറം സംഗീത സംവിധായകൻ അതിനകത്തുണ്ട്, ഇൻവോൾവ് ആണ്. അപ്പൊ അവർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചിലപ്പോൾ ആ കൂട്ടുകെട്ടിൽ പെടാതെ പോയിട്ടുണ്ട്. സ്വാഭാവികമാണ്, അതിലൊരു പരിഭവങ്ങളൊന്നുമില്ല. സിനിമ ഒരു സ്നേഹത്തിന്റെ യാത്രയാണ് പലപ്പോഴും. അപ്പൊ ആ യാത്രയിൽ നല്ലതാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് സ്വീകരിക്കാൻ വിമുഖതയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടു. പക്ഷെ നമുക്ക് സ്വയം ഒരു ആത്മവിശ്വാസമുണ്ട്, ഞാൻ എഴുതിയത് നല്ലതാണെന്നും ഞാൻ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എന്റേത് മോശമല്ലെന്നും നമുക്കൊരു തോന്നലുണ്ടല്ലോ. ആ തോന്നലിൽ എനിക്ക് പരിഭവങ്ങളില്ല. കാരണം സിനിമ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാവുന്നതല്ലല്ലോ. ചോദിച്ചു പോയി അവസരം തരാതിരുന്നവരുണ്ടോ? ഒത്തിരി പേരുണ്ട്. ഞാനൊരു 5 വർഷം മുമ്പ് വിചാരിച്ചിരുന്നത് 150 സിനിമ ഇറങ്ങാൻ നേരത്ത് അതിൽ 100ലും ഞാനാണല്ലോ എഴുതേണ്ടതെന്ന് വിചാരിക്കാറ്. ശ്രമം വിജയിച്ചിരുന്നു. അതുകൊണ്ട് കാര്യമില്ല. സിനിമയിൽ അടയാളപ്പെട്ടു എന്നുള്ളതാണ് മഹാഭാഗ്യം. നമ്മളെക്കാൾ പ്രശസ്തമായ പാട്ടുകളില്ലേ? ഞാനെന്ന കേവല മനുഷ്യനേക്കാൾ പ്രശസ്തമായ ഗാനങ്ങളില്ലേ? അതെന്റെ ഭാഗ്യമല്ല. അത് തീർച്ചയാണ്. പക്ഷെ എങ്കിലും പരിഭവമില്ല എന്നൊക്കെ പറയുമ്പോഴേ അത് മനസ്സിന്റെ ഉള്ളിലെ വേദനയോട് കൂടിയാണ് താങ്കൾ പറയുന്നത്. അല്ല, ഞാനിനി എന്റെ പരിഭവത്തിന്, എന്റെ സങ്കടത്തിന്, എന്നെ നോവിച്ചതിന് ഒക്കെ അവരുടെ പേരുകൾ പറയുകയോ അവരെ ഓർക്കുകയോ ആ നൊമ്പരം ഒന്നുകൂടി വിവരിക്കുകയോ ചെയ്താൽ എന്നേക്കാൾ അവർ നോവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ നൊമ്പരം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരൊക്കെ സന്തോഷമായിട്ടിരിക്കട്ടെ. അവരും അതുപോലെ നൊന്തത് നമ്മളോട് പ്രകടിപ്പിക്കുമായിരിക്കും. അങ്ങനെയാണ്. രാജീവ് പറയുന്നത് അവരും കാണുന്നുണ്ട്, അവർക്ക് അപ്പോൾ മനസ്സിലാവും. രാജീവ് ആലങ്ങൾക്ക് അവരെ മനസ്സിലാവുന്നുണ്ട്. ആരും അൾട്ടിമേറ്റ് അല്ല. കുറെ കഴിയുമ്പോൾ അവരും മാറി നിൽക്കും. അവസാനം അരിച്ചരിച്ചെടുത്ത് കഴിയുമ്പോൾ ആ സ്നേഹം മാത്രം നിലനിൽക്കും. പരിഭവം കൊണ്ടും പരാധീനത കൊണ്ടും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആത്യന്തികമായി നൊമ്പരത്തിലാണ് കലാശിക്കുന്നത്. മറ്റൊരാളെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടുള്ള സന്തോഷം ഒരിക്കലും ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ എന്നെ നൊമ്പരപ്പെടുത്തിയവരോടൊക്കെ എനിക്ക് പരിഭവമില്ല. കാര്യം അത്ഭുതകരമായി എന്റെ കൈ പിടിച്ചവരില്ലേ എന്തോരം പേര്. ഒരുപക്ഷെ ഗാനമേള കാണാൻ വേണ്ടി സൈക്കിളെ ഊട്ടി പോയിട്ട് അവിടെ അടുത്തൊന്ന് കാണാൻ കഴിയാത്ത ചില രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായില്ലേ ഞാൻ, യേശുദാസിന്റെ ഉൾപ്പെടെ. അവരുടെ സഹപ്രവർത്തകനായി ഒരു 2.25 പതിറ്റാണ്ട് സിനിമയിൽ നിന്നില്ലേ. ഇനി ഞാനെന്തിനാ പരിഭവിക്കുന്നത്? ഒരു ടിക്കറ്റ് എടുക്കാൻ ഗതിയില്ലാത്തവന് ഇനി പരിഭവിച്ച ചിലപ്പോൾ ദൈവം പറയും കൂടുതൽ കളിക്കണമെന്ന് പറയും. ഇത് തന്നെ ധാരാളം. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. പിന്നെ മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പ്രകടിപ്പിച്ചു പോകും. അങ്ങനെ പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ അയാൾ നൊമ്പരപ്പെടുന്നത് അയാളേക്കാൾ നമ്മളെ നൊമ്പരപ്പെടുന്നു. എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഒരു പേര് പറഞ്ഞ് ഒരാളെ സങ്കടപ്പെടുത്തില്ല ഞാൻ. ഇത് കേൾക്കുന്നവർക്കും അറിയാം, രാജീവ് നൊമ്പരപ്പെട്ട് കാണും പല ഘട്ടങ്ങളും. അവരങ്ങനെ നൊമ്പരപ്പെട്ട് അവർക്കുണ്ടായ അനുഭവം അവർ നല്ല ഒരു സ്പേസിൽ തിരിച്ചടിക്കുകയാണ്. നമുക്ക് SI തല്ലാനൊക്കില്ല. കൊമ്പനാനെ അവിടെ ഗുസ്തി പിടിക്കാനൊക്കോ? സാധാരണ ഒരു തുമ്പി വരുമ്പോഴല്ലേ പിടിക്കാനൊക്കോ? ഒരു സൈക്കോളജിയാ. ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയിരിക്കുന്നത്, ഏറ്റവും വലിയ അംഗീകാരം, ഒത്തിരി അംഗീകാരം കിട്ടി, ഒത്തിരി അവാർഡുകൾ, ഏറ്റവും വലിയ മനസ്സിന് കിട്ടിയ ഒരു അംഗീകാരം ഏതായിരിക്കും? നമ്മൾ തൃപ്തിപ്പെട്ട ഒരു അംഗീകാരം? ഔപചാരിക അവാർഡാണെങ്കിൽ സംഗീത അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം. നീ 38 വയസ്സിലേ ലഭിച്ചു. ചരിത്രത്തിൽ അങ്ങനെ ആ പ്രായത്തിൽ ആരും കിട്ടിയിട്ടില്ല. അല്ലാതെ അംഗീകാരമായിട്ട് കാണുന്നത് മലയാളികളുള്ള എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിയും. അത് എന്നെ വ്യക്തിയല്ല തിരിച്ചറിയുന്നത്. ഭക്തിഗാനമൊക്കെ കേട്ട് നടക്കുന്ന ഒരു സാമവേദം നാവലുണർത്തിയ സ്വാമിയെ എന്ന് പറഞ്ഞിട്ട് ഓടി വരും. പ്രണയഗാനമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ്? അറിയില്ല ഞാനോ നീയോ. അച്ഛനെ ഇഷ്ടപ്പെടുന്നവര് ഇനിയും കൊതിയോടെ കാത്തിരിക്കാമെന്ന അച്ഛൻ പാട്ട് കേട്ടിട്ട് ഓടി വരും. ഒരു കൃഷിപ്പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാക്കാമലയിലെ കായ്ക്കാമരത്തിലെ മല്ലൂസിംഗിലെ പാട്ട് കേട്ട് വരും. ഒരു ക്രിസ്ത്യൻ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അർത്തിങ്കലെ പള്ളിയിൽ ചെന്നിട്ട് നീശോയെ കണ്ടിട്ട് നോശാന പാടാം എന്ന പാട്ട് കേട്ട് ഓടി വരും. അപ്പൊ വിവിധ പാട്ടുകൾ എന്റെ പേരിൽ ഉണ്ടായി. അത് വലിയ സന്തോഷമാണ്, വലിയ ഭാഗ്യമാണ്. അതിനാൽ ചിലപ്പം ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് പറയുകയാണ്, 30 വർഷമായിട്ട് പാട്ട് എഴുതുന്ന 50 വയസ്സിന് താഴെ
നാടകത്തിലും സിനിമയിലും ആൽബത്തിലും മറ്റൊരാളുടെ പേരെന്ന് പറഞ്ഞത് വെറുതെ. ഇല്ല, ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ ആരും അത് മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇല്ല, ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. 50 വയസ്സിന് താഴെ 30 വർഷമായി പാട്ട് എഴുതുന്ന മറ്റൊരാൾ കേരളത്തിലില്ല. ഒരുപാട് പേരുണ്ടാവും, അവർക്ക് സിനിമയും ആൽബവും നാടകവും ഒരുപോലെ ഇല്ല. ഇപ്പൊ മൊത്തം എത്ര പാട്ടായി? 4250 പാട്ടുണ്ട്. 1000-ലേറെ പാട്ടുകൾ നാടകം, 250 CD-യും കാസറ്റും കൂടി 2500, 135 സിനിമയിലായിട്ടൊരു 300 പാട്ട്, ആകാശവാണിയിലും ദൂരദർശനിലും കൂടി കുറെ പാട്ട്, എല്ലാം കൂടെ 4000-ലേറെ പാട്ടുകൾ. ഒരു പാട്ട് എഴുതാൻ ഒരു സബ്ജക്ട് തരുമ്പോൾ എത്ര സമയം വേണ്ടി വരും? പല പാട്ടുകളും എഴുതിയത് മണിക്കൂറുകൾക്കാവും. ഒരു മുറിയിലേക്ക് അകത്ത് കയറിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പിറക്കുന്ന പാട്ടുകളാണല്ലോ. നമ്മളും പ്രൊഡ്യൂസറായിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ. ഏതായാലും പ്രൊഡ്യൂസ് ചെയ്തൊരു ആൽബത്തിൽ പെട്ടെന്നാണല്ലോ അയ്യപ്പഭക്തികാരം ഹരിശ്രീ അശോകൻ പാടി ആ പാട്ട്. അതും ശരിയാണ്. നമ്മളങ്ങനെ വന്ന് അല്ല, ഈ പാട്ടുകള് നമുക്ക് ഒരു പാട്ട് എന്ന് നമ്മളിൽ നിന്ന് മനസ്സിൽ നിന്ന് വരുമ്പോൾ ഒത്തിരി ചിന്തിച്ചു വേണം എഴുതാൻ, അല്ലെ? ചിന്ത വേണം. ഈ പാട്ട് നമ്മൾ കൊടുക്കുക പ്രഷർ, അതിലൊരു ഫീൽ ഉണ്ടാകണം, അല്ലെ? നൊമ്പരം ഉണ്ടാകണം, അല്ലെ? ഹാപ്പി ഉണ്ടാകണം, എല്ലാം കൂടെ ചേർത്ത്. അപ്പം ആ എഴുതുന്ന സമയത്ത് നമ്മുടെ മൂഡും അങ്ങനെ തന്നെ ആകണ്ടേ? നമ്മളതാവും. ഇപ്പോ ഒരു മുറിയിലിരുന്ന് മറ്റൊരാളുടെ അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോ നമ്മുടെ അച്ഛനാണ് മരിച്ചതെന്ന് തോന്നണം. ഒരാളുടെ വീട് തകർന്നു എന്ന് പറയുമ്പോൾ അത് എന്റെ വീടാണെന്ന് തോന്നണം, അല്ലേ? എന്നിട്ട് നമ്മൾ സാംശീകരിച്ചെടുത്തത് മറ്റൊന്നായിട്ട് രൂപം കൊള്ളണം. വയലാർ പറഞ്ഞതുപോലെ, ഈ വിശ്വപ്രകൃതിയിൽ എങ്ങാനും ഒരു മുല്ലപ്പൂവിതൾ വിരിഞ്ഞാൽ, കാട്ടിലെ കതിർകാണാക്കിലി ചിലച്ചാൽ, മുളങ്കൂട്ടിലെ തത്തമ്മയ്ക്ക് നൊമ്പരം വിതുമ്പിയാൽ, അത് എന്നിലും വന്നലയ്ക്കും. പക്ഷെ പിന്നെ മറ്റൊന്നായി രൂപം കൊള്ളും. ഒരു വണ്ടി ഇടിച്ച് ഒരു അമ്മയും കൊച്ചും മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ വണ്ടി ഇടിച്ചല്ലോ എന്ന് പറഞ്ഞാൽ പാട്ടാവില്ല, അല്ലെങ്കിൽ കവിതയാവില്ല. അത് നിങ്ങളെപ്പോലുള്ളവർ നാളെ റിപ്പോർട്ട് ചെയ്തോളൂ. കവിയുടെ പണിയല്ല. ആ നൊമ്പരം മറ്റൊന്നായി രൂപം കൊള്ളണം. നമ്മൾ കണ്ടത് മറ്റൊന്നാവണം. ലോകത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വൈകാരികമായ ഒരു കടൽ അതിലുണ്ടാവും. വാർത്തയാവരുത്, സ്റ്റേറ്റ്മെന്റും ആവരുത്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട 2 വാക്കുകൾ കൂട്ടിച്ചേർക്കണം. അമ്മ, നിലാവ്. ഒരു ബന്ധവുമില്ല. അമ്മ വീട്ടിലിരിക്കുന്നു, നിലാവ് മുകളിലും. അമ്മ നിലാവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. മുത്തശ്ശി മേഘം. മുത്തശ്ശി വീടിന്റെ തിണ്ണയിരിക്കുന്നു, മേഘം ആകാശം. മുത്തശ്ശി മേഘം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ വികാരം തോന്നും. അപ്പൊ 2 വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോ മൂന്നാമതൊരു വാക്കല്ല, നക്ഷത്രം ഉണ്ടാവും. മനസ്സിലായി. ഈ പറഞ്ഞതുപോലെ പിന്നെ എനിക്ക് രാജുവിൽ കാണുന്ന ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏത് യാത്രയിലും സ്വന്തം മോനെ കൈപ്പിടിച്ചു കൊണ്ടുപോകണം. എവിടെ പോയാലും അതൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് അച്ഛൻ മോൻ, അല്ലെ? ഞാൻ കാണുന്ന ഏത് യാത്രയിലും മോന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയാണ് ആകാശന്റെ. എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. പക്ഷേ ഒരു അച്ഛനും മകനും തമ്മിൽ ഇത്രയേറെ ആത്മബന്ധത്തോടെ സഞ്ചരിച്ചിട്ടില്ലെന്ന് അവകാശപ്പെടാവുന്ന രീതിയിൽ. അതെ, അത് തന്നെയാണ് ഞാൻ. കാര്യം, ഞാൻ 4 വയസ്സിൽ അമ്മ ഇല്ലാതായി പോയ ഒരാളാണ്. അതിനുശേഷമുള്ള എന്റെ ബാല്യകൗമാരങ്ങൾ ഏകാന്തത നിറഞ്ഞതായിരുന്നു, സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നു, ആരും പരിഗണിക്കാത്തതായിരുന്നു. അപ്പൊ ആ കുഞ്ഞ് അങ്ങനെ ആയിപ്പോരെന്ന് ഓർത്തിട്ട് ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ചേർത്ത് പിടിച്ച് അവന് ലോകത്തെ എല്ലാം ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സനാതത്വം സമ്മാനിക്കുക എന്നുള്ളതാണ് എന്റെ നിയോഗം. അപ്പൊ എവിടെ ചെല്ലുമ്പോഴും അവൻ കൂടി ഉണ്ടെങ്കിൽ ഒരു ബലം കിട്ടും. അപ്പോ ഞാൻ അവനെ കുറിച്ചൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. മകനെ, നിനക്കെന്റെ മണമാണ്, മനസ്സാണ്, എന്നെ ഞാൻ കാണുന്ന കണ്ണാടി നീയാണ്. ഞാൻ അവനെ നോക്കുമ്പോ എന്നെ കാണും. കുറവിലും കുതറിപ്പറക്കാത്ത കൂട്ടാണ്. ചില കുറവ് വരുമ്പോ ചിലർ കുതറി പറന്നു പോകും. അങ്ങനെ കുതറി പറക്കില്ല. കാലശേഷം എനിക്ക് എന്ത് കിട്ടും എന്ന ഒരു വല്ലാത്ത തോന്നലോടെ അല്ല, കാലശേഷം നമുക്ക് എന്ത് കിട്ടുമെന്ന് തോന്നലോടെ ചില ആൾക്കാർ വരും. അതുമില്ല. നമ്മളോടൊപ്പം നിന്നിട്ട് നമ്മുടെ എല്ലാ സ്പന്ദനങ്ങളും തിരിച്ചറിഞ്ഞ്, എന്റെ ജീവിതത്തിൽ അങ്ങനെ മറ്റൊരാളില്ല. ഒരു പേന എടുക്കാൻ നേരത്ത് എന്റെ വ്യാകുലതകൾ അറിഞ്ഞിട്ട് അവൻ മാറി നിൽക്കും. എഴുതി കഴിയുമ്പോൾ എനിക്ക് ഒരു ശാന്തി ഉണ്ടെന്ന് ഓർത്ത് അവൻ പതുക്കെ അടുത്ത് വരും.
ഒരുപക്ഷെ ലോകത്തൊരു നേർവാദിക്ക് പോലും സാധ്യമാകാത്ത ഒരു വൈകാരികമായ സ്വസ്ഥത എന്റെ കുഞ്ഞാണ് എനിക്ക് തന്നത്. ഇപ്പം കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പറയാനുണ്ടാവും, എനിക്ക് മനസ്സിലായി. ആ കവിതകളിലൂടെ തന്നെ പറഞ്ഞു. ചലച്ചിത്ര അക്കാദമിയിൽ ഇപ്പം അംഗമായിട്ടുണ്ട് അല്ലെ? സോറി, സെൻസർ ബോർഡിൽ അംഗമായിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നടക്കുന്നതെല്ലാം നീതിപരമായ കാര്യമാണ്. താങ്കൾ ഒരു അംഗം എന്ന നിലയിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നടക്കുന്നുണ്ടോ? നീതിപരമായാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഏകദേശം നീതിപരമായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്റെ വിശ്വാസം. കാര്യം വളരെ മസ്റ്റായിട്ട് ചില കാര്യങ്ങൾ, ഇപ്പോ ഞാനിപ്പോ 1.5 മാസമേ ഉള്ളൂ, മസ്റ്റായി ചില കാര്യങ്ങൾ സിനിമയിൽ ഉണ്ടാവരുത്. അത് മയക്കുമരുന്നിന്റെ അതിപ്രസരം, ഉപയോഗങ്ങൾ, ഒരു സ്ത്രീയെ അനാവശ്യമായ ഒരു വഴക്ക് പറയുന്നത്, ശാരീരികമായ ഉപദ്രവം അനാവശ്യമായി കാണിക്കുന്നത്, ഇതെല്ലാം ചുരുക്കി അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും കൂടി കാണാൻ നേരത്ത് അയ്യേ എന്ത് കഷ്ടമാണ്, ഇവരുടെ മുഖത്ത് നോക്കി എങ്ങനെ ഞാൻ ഇനി നോക്കും എന്നൊക്കെ തോന്നുന്ന നാണക്കേടില്ലായ്മ, നാണക്കേടുണ്ടാവരുത്. അങ്ങനത്തെ ഒരു മൂഡിലേക്ക് സിനിമ വന്നമെന്ന് നിഷ്കർഷിക്കാറുണ്ട്. പലതും എടുത്ത് മാറ്റണമെന്ന് പറയാറുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടത് അവരൊക്കെ മാറ്റാറുണ്ട്. എല്ലാം ഒന്നും പ്രാവർത്തികമാക്കാൻ പലപ്പോഴും ഒക്കാറില്ല. സിനിമയല്ലേ, ഒരു കോടിക്കണക്കിന് രൂപ മുടക്കിയെടുത്ത സിനിമ അവിടെ ഇവിടെ കട്ട് ചെയ്താൽ സിനിമ അല്ലാതായി പോകും. കഥത്തിന് പിന്നെ നമ്മുടെ കഥയ്ക്കൊരു ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാറുണ്ട്. അതിനപ്പുറം പ്രായോഗികമായ അത്തരം പ്രശ്നങ്ങളല്ലാതെ ഒരു തരത്തിലും നിലപാടുകൾക്ക് ഒരു തരത്തിലും പിന്നെ എന്താ പറയുന്നത് അയവ് വരുത്താത്ത ഒരു ബോർഡാണ് സെൻസർ ബോർഡ്. എന്റെ ഒരു അനുഭവം അങ്ങനെയാണ്. അല്ല, അവിടെ ഇരിക്കുന്ന ഇപ്പൊ രാജീവ് ഇരിക്കുന്നു, അങ്ങനെ പല ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് ഇവരുടെ ഒരു അജണ്ടകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ രാജീവിന്റെ സിനിമയ്ക്ക് രാജീവിന് ഇരിക്കാൻ കഴിയില്ല, 100% അവർ ഇരിക്കാൻ കഴിയുന്നല്ലോ, വേറെ ആളാണ്. അപ്പൊ അവിടെ ഒരു സ്വാധീനം ഉണ്ടാവില്ല. നിങ്ങൾ നമ്മൾ പരസ്പരം ഉള്ളപ്പോ ഒരു സ്വാധീനങ്ങൾ ഉണ്ടാവില്ല. വ്യക്തിപരമായ അജണ്ടകളൊന്നും അവിടെ പ്രാവർത്തികമാകില്ല. അഭിപ്രായം പറയാം, 4 പേർക്കും 4 അഭിപ്രായം പറയാം. പക്ഷെ ആത്യന്തികമായി തീരുമാനിക്കുന്നത് സെൻസർ ബോർഡിന്റെ പൊതു മാനദണ്ഡമാണ്. അതിനൊരു മാറ്റവും ഇല്ല ഇവിടെ. നമുക്ക് എന്ത് അഭിപ്രായം പറയാം. അത് നമ്മുടെ രാഷ്ട്രീയമായിരിക്കാം, മതപരമായ നിഗമനമായിരിക്കാം, സാമൂഹ്യപരമായ നിഗമനമായിരിക്കാം. പക്ഷെ അത് പ്രാവർത്തികമാകുന്നത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു പൊതു തീരുമാനമാണ്. സെൻസർ ബോർഡ് എപ്പോഴും മാനവികതയിൽ നിന്നുകൊണ്ടാണ് തീരുമാനം. ഇതൊരു കലയാണ്. ഈ കല ഒരുപാട് പേരെ സ്വാധീനിക്കുന്നതാണ്. ഇതിനൊരു ചെറിയ മാതൃക ഉണ്ടാവണം എന്നുള്ളതാണ് സെൻസർ ബോർഡിന്റെ ഒരു പൊതു നിഗമനം. ഒരു നല്ലൊരു കവിത വലിയ അവസാനിപ്പിച്ചാലോ? നമ്മള് വലിയ സ്നേഹത്തോടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു സന്തോഷം. ഇത് തന്നെ ഒരു കവിതയാണ്. എങ്കിലും ഏറ്റവും സ്നേഹപ്പെട്ട ഒരു കവിത, ഇനി എത്ര നാൾ നമ്മൾ ഈ ഭൂവിൽ ഒന്നിച്ചു കഴിയുമെന്നറിയില്ല കൂട്ടുകാരി. ഇടനെഞ്ചിലൂറുമീ സ്നേഹവും പരിഭവക്കരടും പിണക്കവും എത്ര നേരം. ഒന്നു പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുവാൻ നേരമുണ്ടാകുമോ കൂട്ടുകാരി. ഒത്തിരി സന്തോഷം. കലോത്സവവേദിയിൽ സംസാരിക്കാം. തീർച്ചയായിട്ടും ഇപ്പൊ കലോത്സവവേദിയിൽ വന്നതിന്റെ കലോത്സവ ഓർമ്മകളിൽ നമ്മൾ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയി. ഒത്തിരി സന്തോഷം.